ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നിങ്ങൾ കൊട്ടാരക്കര പോകാൻ റെഡിയായി നിൽക്കുകയാണ്. റെഡി ആയിട്ടില്ല, മുടിയൊന്നും ചെയ്തിട്ടില്ല, മുടിയൊക്കെ നനഞ്ഞ് ഒഴിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. 4 മണിക്ക് ഞങ്ങൾ മോളെ വിളിക്കാൻ പട്ടത്തെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. 4 മണി പോയിട്ട് ഇപ്പോൾ സമയം 6:30 ആകുന്നു. മോളെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് നിൽക്കാൻ പറഞ്ഞേക്കുക. കാരണം രാവിലെ അച്ചാച്ചൻ കൊണ്ടേ ബൈക്ക് ബുള്ളറ്റ് സർവീസിന് കൊടുത്തിരുന്നു. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അവരത് ചെയ്ത് കഴിഞ്ഞ് തന്നപ്പോൾ തന്നെ 5:30-6 മണിയാവുന്നു. അപ്പോൾ ഇനി വേണം ഇവിടുന്ന് റെഡിയായി ഇറങ്ങി പട്ടത്ത് പോയി മോളെ കൂട്ടി കൊട്ടാരക്കര എത്താൻ. എപ്പോൾ എത്തുമെന്നൊന്നും ചോദിക്കരുത്, എപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഞങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ കേട്ടോ. ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും ആ സമയത്ത് നടക്കാത്തൊരു സംഭവം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചുണ്ടല്ലോ, നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ ആ സമയത്ത് നടക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം നാളെ പോകേണ്ടടുത്ത് ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാട്ടോ. എന്തായാലും ശരി, അച്ചാച്ചൻ കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. ടുട്ടുവിൻ്റെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നെറ്റും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഫോണിലുണ്ടെങ്കിലും ഈ വീഡിയോസൊക്കെ കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മൊബൈൽ ഡേറ്റിൽ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഞങ്ങളുടെ 4 മണിയാണ് ജസ്റ്റ് ഈ 6 മണി 6:30 മണിയല്ല 6:30. എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇനി എങ്ങനെയാണോ എന്താണോ നോക്കാം. ഒരാളെങ്കിൽ ഞങ്ങൾ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഓക്കെ ആയി നിൽക്കും. പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം. കാറ് സ്റ്റാർട്ടാക്കി അവനായിരിക്കണം ആദ്യം കയറേണ്ടത്. അവന് ദേഷ്യം വരുന്നുണ്ട് കൊണ്ടിറക്കാത്തതിന്. ഗൈസ് 4 മണിക്ക് ഇറങ്ങുന്ന ആളാണ് ഇപ്പൊ നിൽക്കുന്ന. 4 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പം 6:45. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ശരിക്കും പ്രാർത്ഥിച്ച ഇറങ്ങിയ ഓഫേ ചാവി എടുത്ത ഗേറ്റിന്റെ ടുട്ടുമണിയെ ഗേറ്റ് കെട്ടിയിട്ടേക്ക് കേട്ടോ. കാറ് താഴോട്ട് കൊണ്ടിട്ടിരുന്നു കേട്ടോ. രാവിലെ വെളിയിലെടുത്തുകൊണ്ട് പോയിട്ട് താഴോട്ട് കൊണ്ടിട്ട് കാറിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ടുട്ടുനെയും കയറ്റി പോവും. കൊണ്ടുവരുവാടാ കാറിങ്ങോട്ട്, കരയാതെ. ടുട്ടു അവന് കാറ് കണ്ടു കഴിഞ്ഞാൽ, കാറ് സ്റ്റാർട്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെയും ശ്രദ്ധിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമ്മളെ ടുട്ടുവിനെ. എന്തേ അപ്പ കാറി കയറിയോ? കാറിങ്ങോട്ട് കൊണ്ടുവരും കയറ്റും കുഞ്ഞിനെ സാധനം വെച്ചിട്ട് കേട്ടോ. കാറ് വരുന്നവനൊരു സമാധാനമില്ല കയറാതെ കേട്ടോ. കയറ്റാൻ വണ്ടി സാധനം എടുത്ത് വെക്കാനുണ്ടല്ലോ. ഹലോ ഗൈസ്, എൻ്റെ കൊച്ചിന് സമാധാനമായി കണ്ടോ. കാറിലോട്ട് കയറി, ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ ഇവിടെ അച്ചാച്ചൻ ഗേറ്റ് പൂട്ടുന്നുണ്ട്. ഇരുട്ടാണ്, ലൈറ്റൊക്കെ ഓഫാക്കിയോണ്ട് കാണത്തില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിതാ നിൽക്കുന്ന കേട്ടോ. അവന് സമാധാനമായി ഡ്രൈവർ സീറ്റിലോട്ട് കയറി. ഇറങ്ങിക്കൊള്ളണം പപ്പ വരുമ്പോട്ടാ. ടുട്ടു ഹാപ്പി അല്ലേ? കൊട്ടാരക്കര എത്തി ഗായ്സ്. ഇവിടേക്കുന്ന കടയിൽ ആൻറ്റി ടുട്ടുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുക. ടുട്ടുത് കുറച്ചിട്ട് ഇങ്ങനെ പോയി. കിട്ടിയോ പറഞ്ഞിട്ടോ ആൻറ്റിയുടെ?
അലിഞ്ഞൊന്ന് നോക്ക്, എന്നിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. ഒന്നും മേടിച്ചില്ല, എനിക്കൊന്നും Ha ha ha.